ശക്തമായ കാറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഗ്ലാസ് ഡോർ തകർന്നു. ജീവനക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, വലിയ രീതിയിലുള്ള മഴയാണ് കോഴിക്കോടും മാത്രമല്ല സമീപമുള്ള ജില്ലകളിലെല്ലാം അനുഭവപ്പെടുന്നത്. അതോടൊപ്പം കാറ്റുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മണിക്കൂറുകളിലെ സാഹചര്യം എന്താണ്? ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലുണ്ടായ സംഭവം എന്താണ്? സംഗീത, തീർച്ചയായും കനത്ത മഴയും കാറ്റുമാണ് കോഴിക്കോടിലെ എല്ലാ മേഖലകളിലും. മലയോര മേഖലകൾക്ക് വളരെ മഴ ശക്തമാണ്. കനത്ത കാറ്റും അടിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഈ വടക്കൻ മേഖലകളിൽ മലബാറിലൊക്കെ തന്നെ 65 കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കാറ്റാണ് ഉണ്ടായത്. ഈ കാറ്റ് തുടരുകയാണ് പല വിധാനത്തിൽ. ഇപ്പോൾ ഉച്ചയ്ക്ക് 2:15 കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഫ്രണ്ട് ഓഫീസിൻ്റെ ഗ്ലാസ് ഡോറ് ഈ കനത്ത കാറ്റിൽ തകർന്നു വീണത്. എന്തായാലും ആളുകൾക്ക് പരിക്കില്ല, അവരെല്ലാം ഓടി മാറി. എന്തായാലും വലിയ കാറ്റടിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ മരങ്ങൾ വീഴുന്നു, വൈദ്യുതി കാലുകൾ തകരുന്നു എന്ന പ്രശ്നത്തിനുപരി കനത്ത മഴയുമായതോടുകൂടി ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. ഈ കോഴിക്കോടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലാണ്. മാവൂർ ഭാഗങ്ങളിലും കുറ്റിക്കാട്ടൂർ മാവൂർ റോഡിലൊക്കെ തന്നെ പൂർണ്ണമായും ആനക്കുഴികര ഭാഗത്തൊക്കെ 1 മീറ്ററിലധികമാണ് വെള്ളം ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സംഭവമുണ്ട്. നഗരങ്ങളിൽ പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. മഴ ഇടവിട്ട് അല്പം കുറവുണ്ടെങ്കിലും പെയ്യുന്ന മഴ അതിതീവ്ര മഴയാണ്, ശക്തമായ മഴയാണ് എന്നതാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ പ്രധാന കാരണം. വിലങ്ങാട് പ്രദേശം, മലയോര മേഖലയിൽ വിലങ്ങാട് പ്രദേശത്തൊക്കെ മഴ ഇപ്പോൾ അല്പം ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും പെയ്യുന്ന മഴ, ശക്തമായ മഴ പെയ്യുന്നതോടെ പുഴയിൽ ഒഴുക്ക് ഉയരുകയാണ്. അതുപോലെ തന്നെ മാവൂർ, ഇരവഞ്ഞിപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചാലിയാർ ഉൾപ്പെടെ കൂനൂർ പുഴ തുടങ്ങിയൊക്കെ തന്നെ അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ജലനിരപ്പുള്ളത്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അസമയങ്ങളിൽ ആളുകളോട് പുറത്തിറങ്ങരുത്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്നും ഒക്കെ തന്നെ മലയോര മേഖലകളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. മഴ തുടരുക തന്നെയാണ്. അതിനോടൊപ്പമുള്ള കാറ്റും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ശരി, രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.